വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി, ഒരവസരം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. കർത്താവിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്നതിൽ, കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. സത്യവചനം അത് കൃത്യതയോടുകൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എത്രയോ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. വചനത്തിൽ കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ല. ഉള്ളതുപോലെ എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളത് ഓരോ ദൈവദാസന്മാരുടെയും കർത്തവ്യമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യം രക്ഷ നഷ്ടമാകുകയില്ല എന്നുള്ള വിഷയത്തിലാണ്. അപ്പോൾ രക്ഷ നഷ്ടമാകില്ല. കാരണം നമ്മൾ പ്രാപിച്ച ജീവൻ നിത്യജീവനാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഈ ജീവൻ ദൈവത്തിന് മാത്രമുള്ള ജീവനാണ്. അപ്പോൾ ആ ദൈവത്തിനുള്ള ജീവൻ ദൈവത്തോടുകൂടി ആയിരിക്കേണ്ടതിന് വേണ്ടി ദൈവം നമുക്ക് തന്നതാണ്. മറ്റുള്ള ഒരു ജീവനും, സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവനും നിത്യജീവനല്ല. എന്നാൽ നിത്യജീവൻ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവിക ജീവനാണ്. അപ്പൊ നമ്മൾ പ്രാപിച്ചത് ദൈവിക ജീവനാണ്. അതുകൊണ്ടാണ് പുത്രനുള്ളൊരു ജീവനുണ്ട്, പുത്രനില്ലാത്തൊരു ജീവനെ കാണുകയില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് ജീവൻ. അപ്പോൾ ആ ജീവൻ നമുക്ക് വെളിപ്പെട്ടു. ആ ജീവനാണ് ഇന്ന് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവൻ പ്രാപിച്ച ഒരു വ്യക്തി അവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നത് എത്രയോ ഘോഷത്തോളാണ്. അത് എത്രയോ ഒരു തെറ്റായ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് ഒന്നുകൂടെ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനായിട്ട് നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട്. നമുക്കറിയാം, ഒരു കേസ് ഉണ്ടായാൽ അവിടെ നല്ല ജ്ഞാനിയായ ബുദ്ധിമാനായ ഒരു വക്കീലാണെങ്കിൽ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു പ്രത്യേക ഇതുണ്ട്. ഈ കേസ് ഞാൻ ജയിക്കും. കാരണം അദ്ദേഹം എപ്പോഴും ജയിക്കുന്ന ഒരു വക്കീലാണ്. അദ്ദേഹം അങ്ങനെ പരാജിതനായിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരിക്കൽ പോലും പരാജിതനാകാത്ത ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ടുണ്ട്, നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ആയിട്ടുണ്ട് എന്നറിയുന്നത് എത്ര വലിയ കാര്യമാണ്. അതിന്റെ അർത്ഥം ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും തോന്നിവാസം ജീവിക്കാമെന്നല്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റായ അർത്ഥം നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? അതൊരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ വീഴ്ചകൾ ഉണ്ടാകാം, തെറ്റുകൾ വരാം. അതിനെക്കുറിച്ചായി പറയുന്നു. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഇന്നും തെറ്റ് ചെയ്യുന്നെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള സത്യം. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചില സൂചനകൾ വചനത്തിലൂടെ തരാം. ഒന്ന്, എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാം വാക്യമാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതാകാൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മുടെ ദൈവം പ്രാപ്തനാണോ? അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന വചനം പറയുന്നേ. പക്ഷെ എന്റെ സഹോദരന്മാർ ചിലർ പറയുന്നത് അല്ലെന്നാ. അതെങ്ങനെയാ? ദൈവം പറയുന്നതാണ് സത്യം, അതോ ആരെങ്കിലും മനുഷ്യൻ പറയുന്നതാണ് സത്യം? ദൈവമക്കളെ, നമ്മുടെ ഉലക സ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത ദൈവം തന്റെ സർവജ്ഞാനത്തിലാണ് ഇതെല്ലാം ചെയ്തേ. ദൈവത്തിന്റെ മുൻനിർണയം തെറ്റിപ്പോകുമോ? ഒരിക്കലുമില്ല ദൈവമക്കളെ, ഒരിക്കലുമില്ല. ഒരു വാക്കിന് പോലും അല്പം പോലും വ്യതിയാനം വരത്തില്ല. അത് കൃത്യതയോടുകൂടെ തന്നെ നിറവേറും. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ വയ്ക്കരുതേ. കർത്താവിന്റെ ഈ ലോകത്തിലുള്ള ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നത് അതുപടി കൃത്യതയോടുകൂടി നിറവേറിയത് നമ്മൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ തന്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നമ്മൾ എന്തിനെങ്കിലും സംശയിക്കണോ ദൈവമക്കളെ? നമ്മൾ അല്പമെങ്കിലും സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ സംശയിക്കരുത്. ഈ ദൈവത്തിന്റെ വചനം സത്യമാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകാൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അവൻ പ്രാപ്തനാണ്, അവൻ കഴിവുള്ളവനാണ്. അപ്പം ദൈവത്തിന്റെ കഴിവില്ല, ദൈവത്തിന് നമ്മൾ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാ പറയണേ? അയ്യോ, നമ്മുടെ ദൈവത്തിന്റെ കഴിവുകേട്. അങ്ങനെ കഴിവ് കിട്ടിയ ഒരു ദൈവത്തെയാണോ പ്രിയമുള്ളവരെ നമ്മൾ സേവിക്കുന്നത്? സകലത്തിന്മേലും ജയം ഭരിച്ച, പാപത്തിന്മേൽ, ലോകത്തിന്മേൽ, പിശാചിന്മേൽ, മരണത്തിന്മേൽ, എല്ലാത്തിന്മേലും ജയം വരിച്ച
ജയാളിയായ ഒരു കർത്താവാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ പരാജയമടയുമെന്ന് ചിന്തിക്കുന്നത് എത്രയോ പോഷകം അല്ലേ? അങ്ങനെ പറയരുതേ, അങ്ങനെ ചിന്തിക്കരുതേ. നമ്മൾ അതിന്റെ തന്നെ 9-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 9:24 അവിടെ വായിക്കുന്നത്, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പോൾ കർത്താവ് ഇപ്പോൾ എവിടെയാണ്? സ്വർഗത്തിൽ, പിതാവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ വലത്ത് ഭാഗത്ത്. നമ്മൾ ചിന്തിക്കണം, അവിടുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. അതിന്റെ ഒരു വാക്യം വായിക്കാം. അതിന്റെ 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് എന്തെല്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഹ എന്ന് മാത്രമാണ്, ന എന്നില്ല. എല്ലാ വാഗ്ദത്തങ്ങളും അതുപോലെ നിവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തൻ. എത്ര മാധുര്യമുള്ള വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം, തെറ്റുകൾ വരാം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? നമുക്ക് ബാലശിക്ഷ തരും, അല്ലെ? നമ്മളെ ബാലശിക്ഷയിലൂടെ, നമ്മൾ തെറ്റ് ചെയ്ത ശിക്ഷ അത് മരണാനന്തരമല്ല, ഇവിടെ വെച്ച് തന്നെയുണ്ട്. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതേ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 5 മുതൽ ഞാൻ 11 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നതിനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കാത്ത ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. കണ്ടോ, എത്ര ലളിതമായിട്ട്! ഇതിനൊക്കെ ഒരു വലിയ നീണ്ട വിശദീകരണത്തിന് ആവശ്യമുണ്ടോ? നമ്മൾ മക്കളായി ദൈവം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നിശ്ചയമായും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളിൽ തെറ്റുകൾ വരാം, വീഴ്ചകൾ വരാം, കുറവുകളുണ്ടാകാം. നമ്മളെപ്പോഴും ദൈവത്തിന്റെ ആത്മാവിന് അധീനരായിരുന്നെന്ന് വരികയില്ല. എപ്പോഴും നമ്മുടെ ആത്മാവിനുള്ള നടത്തിപ്പ് നമ്മൾ പ്രാപിച്ചെന്ന് വരികയില്ല. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ജീവിച്ചെന്ന് വന്നേക്കാം. അവിടെ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകാം. നമുക്കറിയാലോ, സഭയ്ക്കുള്ള ദൂതിനകത്ത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ലവോദിക്ക സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. കണ്ടോ, നമുക്ക് ഓരോ ദിവസവും മാനസാന്തരത്തിലേക്കുള്ള വിളിയുണ്ട് ദൈവമക്കളെ. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവിന്റെ വരവിലും രൂപാന്തരപ്പെടാൻ പോകുന്നത്. കാരണം 2 Corinthians 3:18 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മള് അല്പാൽപമായിട്ട് ഇങ്ങനെ തേജസ് പ്രാപിച്ചുകൊണ്ട് അവനോട് അനുരൂപരായി മാറിക്കൊണ്ടിരിക്കുക. അത് തുടർമാനമായി നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ആ അവസ്ഥയാണ് മാനസാന്തരത്തിന്റെ അനുഭവം. അതിലൂടെ നമ്മൾ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ രൂപം പ്രാപിച്ച് മുന്നേറുകയാണ്. ദൈവം നമുക്ക് തന്റെ വചനത്തിന്റെ പ്രകാശത്തിൽ നമ്മുടെ കുറവുകളെ കാണിക്കുമ്പോൾ ഉടനെ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. അപ്പൊ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പോലും മധ്യസ്ഥ കാണിച്ചെന്ന് നിങ്ങൾക്കറിയാം.
അല്ലെ? ഒരിക്കൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? ലൂക്കോസ് 22-ാം അധ്യായം അതിന്റെ 31-32 വാക്യം. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ടോ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എത്ര വലിയ കാര്യമാണ്! പ്രിയമുള്ളവരെ, പ്രാർത്ഥന. അതുകൊണ്ട് വിശുദ്ധന്മാർക്ക് എപ്പോഴും മറ്റവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ആരും നഷ്ടമായി പോകരുത്. നമുക്ക് തന്ന കൂട്ട സഹോദരങ്ങളിൽ ഒരാൾ പോലും നഷ്ടമായി പോകാനിടയാകരുത്. പ്രിയമുള്ളവരെ, നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് ഈ കാര്യം ലോകത്തിലൂടെ ആയിരുന്നപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന നിങ്ങൾക്കെല്ലാം നല്ലവണ്ണം അറിയാലോ. ആ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 9-ാം വാക്യത്തിലുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കണ്ടോ? അപ്പൊ പിതാവ് പുത്രന് കൊടുത്തവരാരും നഷ്ടമായി പോകാതിരിക്കുവാൻ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മൾ ചിന്തിക്കുക, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനത്തിലൂടെ ഭാവിയിൽ വിശ്വസിക്കാനിരിക്കുന്ന സഭയിലെ എല്ലാവർക്കും വേണ്ടിയും കർത്താവ് പ്രാർത്ഥിച്ചു. അതെവിടെയുണ്ട്? ആ പ്രാർത്ഥനയിലുണ്ട്. അതിന് 20-ാം വാക്യം ഞാൻ വായിക്കാം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. കണ്ടോ? എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിന്റെ അർത്ഥം ഇപ്പൊ പ്രാർത്ഥന നിർത്തിയെന്നല്ല, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മള് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. കണ്ടോ? പ്രിയമുള്ളവരെ, നമ്മള് വിശ്വാസത്തിന് നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ കർത്താവിന്റെ പക്ഷപാത പ്രാർത്ഥനയാണ്. അവിടെ നിന്നും മഹോപരോഹിതനായി നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. നമുക്കറിയാം, യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ടതാ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. കണ്ടോ? ഇതിന്റെ അർത്ഥം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന തെറ്റുകൾ, നമുക്കുണ്ടാകുന്ന വീഴ്ചകൾ, ആ വീഴ്ചകൾ വരുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയും നാം ഉടനെ തന്നെ ആ തെറ്റുകൾ കർത്താവിനെ ഏറ്റുപറയുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം നമ്മൾ വായിച്ചല്ലോ, നമുക്ക് ബാലശിക്ഷയുണ്ടാവും. നമുക്ക് മരണാനന്തരം ശിക്ഷയില്ലല്ലോ. ഇവിടെ വെച്ച് നാം ചെയ്ത തെറ്റിന് ദൈവം നമുക്ക് അടി തരും. അപ്പോൾ നാം ഒരിക്കലും ദുഃഖിക്കരുത്, നിരാശരാകരുത് എന്നാണ് കർത്താവോട് പറയുന്നത്. അപ്പോൾ ചിന്തിക്കുക, രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും എത്ര ഭദ്രതയുള്ളവരാണ്. കാരണം കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ വിജയത്തിന് വേണ്ടി, നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി നമുക്ക് വിരുദ്ധമായിട്ട് ശത്രു പറയുമ്പോൾ അവനെ തന്റെ വചനമെന്ന വാളുകൊണ്ട് ഇവർ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് കർത്താവ് പറയുമ്പോൾ പിശാച് ലജ്ജിതനായി ഓടിപ്പോകുന്നു. നോക്കണം, കാരണം നമുക്ക് ലഭിച്ച ഈ വിശുദ്ധീകരണം എന്നുള്ളത്, അതിനെക്കുറിച്ച് ഇബ്രായ ലേഖനം തന്നെ അതിന്റെ 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ എത്ര അനുഗ്രഹിക്കുന്ന വാക്യമാണ്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. വരുത്തിയിരിക്കുന്നു, ഭൂതകാലമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, താൻ ഈ ലോകത്തിൽ കടന്നു വന്ന് തന്റെ രക്തം ചൊരിഞ്ഞ് തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് സഭയിലെ ഓരോ വിശുദ്ധന്മാരും. അങ്ങനെ ആ രക്തത്താൽ കരുണ പ്രാപിച്ച, ആ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട
ഒരു വ്യക്തി പോലും നഷ്ടപ്പെടുത്തില്ല. അവരെ കർത്താവ് സൽഗുണപൂർണ വരുത്തിയിരിക്കുന്നു. അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു, നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. ഇവനിൽ ദോഷമില്ല. ഇതൊരു കോടതിയുടെ വിധിപ്രഖ്യാപനം പോലെയാണ്. കോടതി ഒരുവനെ, സുപ്രീം കോർട്ട് ജഡ്ജി ഒരുവനെ നിരപരാധിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മേൽ ആർക്കും കുറ്റം ചുമത്തുവാൻ അധികാരമില്ല. ഇതുപോലെ ഒരു ശബ്ദമാണ് ഇവിടെ. അപ്പോൾ കർത്താവ് നമ്മളെ എന്നേക്കും വിശുദ്ധനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചു. ആ ഏകയാഗത്താൽ നമ്മളെ കർത്താവ് എന്നേക്കുമായി വിശുദ്ധീകരിച്ചിരിക്കുന്നു. എത്ര ഗഹനമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. ആ കർത്താവിനോട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷ എത്ര ശ്രേഷ്ഠമാണ്. ഈ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം പ്രിയമുള്ളവരെ. നമ്മൾ ദൈവമക്കളാകുമ്പോൾ നിശ്ചയമായിട്ടും, ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ. വെളിപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായം 19-ാം വാക്യത്തില് ലവോദിക്ക സഭയോട് പറയുമ്പോൾ കർത്താവ് ഒരു കാര്യം എടുത്തു പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. അതാ പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തെ കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യം വരുത്തും. നമ്മൾ ഉടനെ മാനസാന്തരപ്പെടണം. നമ്മൾ പുറകോടെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ ഉടനെ തന്നെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്ത ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദില് അവൻ രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്ത തെറ്റുകൾ ഓരോ ദിവസവും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, നിരപ്പ് പ്രാപിക്കണം. അപ്പോഴും അവനതിനോട് ശിക്ഷയുണ്ട് കേട്ടോ. അതിൽ നിന്ന് ആരും വിചാരിക്കരുത്. ദൈവം ക്ഷമിച്ചെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ശിക്ഷയും ദൈവത്തിന്റെ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇവിടെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാൻ ഏയാളിയായ, ഒരിക്കലും പരാജയം എന്തെന്നറിയാത്ത ഒരു നല്ല അഡ്വക്കേറ്റ്, നല്ല വക്കീൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് എത്രമാത്രം ധൈര്യം പകരുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തില് നമ്മൾ യൂദായുടെ ലേഖനം അതിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. നമ്മുടെ കർത്താവ് എങ്ങനെ ശക്തിയുള്ളവനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിക്കുക, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കും. നമ്മള് വീണ് നഷ്ടമാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അതാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയാ, അയ്യോ രക്ഷ നഷ്ടമാവും. അപ്പം നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് പറയാൻ പറ്റുമോ? സർവശക്തനാണെന്ന് പറയുകയും പിന്നെ നമ്മൾ പറയാ, അയ്യോ അത് ദൈവത്തിന് കഴിയല, അങ്ങനെയാണോ പറയുന്നവരെ? അതൊക്കെ എത്ര ബാലിശമായിരിക്കുന്ന ചിന്താഗതിയാണ്. അപ്പം ദൈവത്തിന് നമ്മളെ പൂർണ്ണമായും വിശുദ്ധരായി പിതാവിന്റെ സന്നിധി നിർത്തുവാൻ അവന് കഴിയും. അതാ കർത്താവ് പറയുന്നേ. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ അത് കഴിയില്ല എന്ന് വാദിക്കുന്നത് എത്രയോ മണ്ടത്തരായിരിക്കും, എത്രയോ തെറ്റായ ഒരു കാര്യമായിരിക്കും. മാത്രമല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചൊരു വാക്യം കൂടി ഒന്നുകൂടെ എനിക്ക് ഓർപ്പിക്കണമെന്നൊരു ആഗ്രഹം. അത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28 29 വാക്യമാണ്. അവിടെ എന്താണ് കർത്താവ് പറയുന്നത്? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നോക്കണേ, ഇവിടെ കർത്താവ് വളരെ ശക്തമായി പറയുന്ന കാര്യമാണ്. ഒന്ന്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ചു വരാം. അപ്പൊ ജീവൻ നഷ്ടമാവുന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്നാ പറയാനാ? ഇവിടെ നിത്യജീവൻ അത് ദൈവത്തിന് മാത്രമുള്ള ജീവനാ.
അതിന് ആരംഭവും അവസാനമില്ല. അങ്ങനെ ഒരു ജീവനാണ് ദൈവം നമുക്ക് തരുന്നത്. എന്നിട്ട് പറയുകയാണ്, കർത്താവ് തന്നെ അവിടെ പറയുകയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകില്ല. കണ്ടോ? അപ്പൊ ചില പറയാ അല്ല നശിച്ചു പോകും. അപ്പൊ കർത്താവ് പറയുന്നതാണ് സത്യം, അത് അവര് പറയുന്നതാണ്. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത്, അവ ഒരു നാളും നശിച്ചു പോകില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയില്ല. കണ്ടോ? കർത്താവിന്റെ കരങ്ങളിൽ നിന്നും പിടിച്ചു പറിക്കാമെന്നാണോ ധാരണ? കഴിയുമോ ഇവിടെ? കർത്താവ് പറയുന്നു എന്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയുമെന്ന്. പക്ഷെ ചില വിദ്വാന്മാർ പറയുന്നത് കഴിയുന്ന. അതൊക്കെ നമ്മുടെ അബദ്ധ ധാരണകളാണ്. ചിന്തിക്കുക. അപ്പോൾ നമ്മൾ കർത്താവിന്റെ കരങ്ങളിലാണ്, ഒപ്പം നമ്മൾ പിതാവിന്റെ കരങ്ങളിലാണ്. എത്ര ഭദ്രമായ ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് രക്ഷ നഷ്ടമാകാതിരിക്കുന്നതിന്റെ മറ്റൊരു വലിയ കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകൾ, വീഴ്ചകൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ ഒരു കാരണവശാലും ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ചെയ്യുന്ന തെറ്റിന് നമുക്ക് ശിക്ഷ ലഭിക്കും, അത് വേറൊരു കാര്യം. എന്നാൽ നമ്മളെ ഒരിക്കലും ശത്രുവിന്റെ കാര്യങ്ങളിൽ ദൈവം വിട്ടുകൊടുക്കുകയില്ല. കർത്താവിന്റെ കാര്യങ്ങളിൽ നിന്നും നമ്മൾ നഷ്ടമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇതെത്ര വലിയ കാര്യമാണ്. ഞാനൊരു ചെറിയൊരു അനുഭവം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം നിർത്താമെന്ന് ചിന്തിക്കുക. ഞാൻ ഇന്ന് എത്ര സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോട് ഈ വചനം അറിയിക്കുന്നത്, അല്ലേ? എന്നാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രയാസം നേരിട്ടു. മറ്റൊന്നുമല്ല, ഇന്ന് ഏകദേശം ഒരു 2 മണി സമയത്ത് മേഴ്സി, എൻ്റെ പത്നി, ഭാര്യ, തല കറങ്ങി വീണു, കമന്നടിച്ച് വീണു. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ഒരു ഇരുമ്പിൽ ചെന്ന് ഈ നെറ്റിയുടെ ഇവിടെ ചെന്ന് ഇടിച്ചിട്ട്, ഈ മൂക്കിനോട് ചെന്ന് ഇടിച്ചിട്ട് ആ മൂക്ക് അങ്ങോട്ട് വല്ലാതെയായി, കുടുകുടാന്ന് രക്തം. ഞാൻ പ്രാർത്ഥനയിലിരിക്കുകയായിരുന്നു. ഒച്ച കേട്ടു, പിന്നെ ഒരു നിലവിളിയുടെ ആ ശബ്ദം കേട്ടു. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ തൻ്റെ നെയ്റ്റ് മുഴുവൻ ബ്ലഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ പുറത്ത് മുഴുവൻ ബ്ലഡ്, ഭയങ്കരമായിരിക്കുന്ന, കമന്ന് കിടക്കുക. അപ്പോൾ ഞാൻ ഓടി വന്ന് താങ്ങി എഴുന്നേറ്റു. ഉടനെ എൻ്റെ കൈ നിറച്ച് രക്തം, മുഖം മുഴുവൻ രക്തം. ഞാൻ ഇവിടുന്ന് പലരെയും വിളിച്ചു. ഏതായാലും ദൈവത്തിൻ്റെ കുടുംബം ചെറുതല്ലല്ലോ. ദൈവ കുടുംബത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ സഹോദരങ്ങളെത്തി ഇവിടെയുള്ള അശോക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്ന് അവിടെ എല്ലാ ചെക്കിങ് നടത്തിയപ്പോൾ ലഭിച്ച റിപ്പോർട്ട് ഒരു കുഴപ്പമില്ലെന്ന്. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് തക്ക സമയത്ത് ഒരു വലിയ ആശ്വാസം പകർന്നു. നിങ്ങളിവിടുത്തെ ആ അവസ്ഥയൊന്ന് കണ്ടാൽ ഇന്നിവിടെ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുവാനായിട്ട് സാമാന്യ നിലയിൽ കഴിയില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ദൈവത്തിന് ഞാനൊരു മനുഷ്യനൊന്നുമല്ല, ഒരു പാവപ്പെട്ട ഒരു കർത്താവിൻ്റെ എളിയ ദാസൻ. എന്നാൽ കർത്താവ് എനിക്ക് ധൈര്യം തന്നു, അതിനുള്ള കൃപ തന്നു, ബലപ്പെടുത്തി. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ദൈവമക്കളെ, ഞാനൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കാര്യം നോക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. അത് ദൈവികമായൊരു വാഗ്ദത്തമാണ്. ഞാനത് അനേക സമയങ്ങളിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദൈവങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ചെറിയൊരു ആയുസ് ജീവിതത്തിൽ എപ്പോഴും 1-ാം സ്ഥാനം നമ്മുടെ കർത്താവിനായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് കർത്താവിൻ്റെ മഹത്വമായിരിക്കട്ടെ. നിശ്ചയമായും നമ്മുടെ കർത്താവ് വേഗം വരും. ഇന്ന് വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഒരുങ്ങിയിരിക്കാം. കർത്താവ് എല്ലാവരെയും അതിനുവേണ്ടി സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.